നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജിന്യ. കേരളീയരുടെ ഇഷ്ട ഭക്ഷണമാണ് പൊറോട്ട, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് കുറച്ച് വ്യത്യസ്തവും രുചികരവും ആരോഗ്യപ്രദവുമായിട്ടുള്ള ഒരു ഉലുവയില പൊറോട്ട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെട്ടാലോ? ഉലുവയില, പച്ചമുളക്, തൈര്, ഗോതമ്പ് തുടങ്ങിയ ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഈ ഉലുവയില പൊറോട്ട നമുക്കായി പരിചയപ്പെടുത്തുന്നു മീന ഭണ്ഡാരി. ഉലുവയില പൊറോട്ട തയ്യാറാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ: 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് ഉലുവയില അരിഞ്ഞെടുത്തത്, 1/4 കപ്പ് തൈര്, 2-3 വെളുത്തുള്ളി അല്ലികൾ ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ അയമോദകം, 1 ടീസ്പൂൺ എള്ള്, എണ്ണ, മഞ്ഞൾപ്പൊടി 1 നുള്ള്, 2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉലുവയിലയും ചേർത്ത് നന്നായി ഇളക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അയമോദകം, എള്ള്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് എല്ലാ ചേരുവകളും വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ മിശ്രിതത്തിലേക്ക് പഞ്ചസാര, ഉപ്പ്, തൈര് എന്നിവ ചേർത്ത് നന്നായി ഇളക്കണം. ഇവ ചേർത്ത് കുഴച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് അല്പം എണ്ണ ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇത് മൃദുവാകുന്നതിന് ആവശ്യമായ വെള്ളം ചെറുതായി ചേർത്ത് കൊടുക്കണം. ഇവിടെ എല്ലാ ചേരുവകളും നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുഴച്ചു വെച്ച മാവ് 20 മിനിറ്റുകൾക്ക് ശേഷം ചെറിയ ഉരുളകളായി ഉരുട്ടി പറാത്ത ആകൃതിയിൽ നന്നായിട്ട് പരത്തിയെടുക്കുക. ഇതുപോലെ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തവ എടുത്ത് ചൂടാക്കുക. തവ ചൂടായി കഴിഞ്ഞാൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടകൾ ചുട്ടെടുക്കാം. നന്നായി വെന്ത് കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. രുചികരമായ ഉലുവയില പറാത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.